ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി ജി.വി. ശ്രീനിവാസ് പടിയിറങ്ങി. 15 മാസത്തെ വിജയകരമായ നയതന്ത്ര ദൌത്യം പൂർത്തിയാക്കിയാണ് ജനകീയ സ്ഥാനപതി പടിയിറങ്ങുന്നത്. പുതിയ സ്ഥാനപതി പ്രശാന്ത് പീസെ രാഷ്ട്രപതിയിൽ നിന്നും വിശ്വാസപത്രം സ്വീകരിച്ചു. ഒമാനിലെ ഇന്ത്യൻ പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിന് ഏറെ പ്രിയങ്കരനായിരുന്ന ജനകീയ സ്ഥാനപതിയായിരുന്നു ജി.വി. ശ്രീനിവാസ്. ഇന്ത്യൻ സമൂഹത്തിന്റെ പരിപാടികളിലെല്ലാം വലിയ ആവേശത്തോടെ അദ്ദേഹം പങ്കെടുക്കുകയും പങ്കെടുക്കുന്ന പരിപാടികളിൽ പാട്ടുപാടി പ്രവാസികളുടെ മനം കവരുകയും ചെയ്തു. കേവലം 1.25 വർഷത്തെ സേവനത്തിനിടെ ഇന്ത്യ ഒമാൻ ഉഭയകക്ഷി ബന്ധത്തിൽ നിർണായക ചലനങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒമാൻ സന്ദർശനം ഏകോപിപ്പിച്ചതും ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ വേഗത്തിലാക്കാനും നിർണായക പങ്ക് വഹിച്ചു. ഫിൻടെക് മേഖലകളിൽ സഹകരണം ഉറപ്പാക്കുന്നതിലും ജി.വി. ശ്രീനിവാസ് വലിയ പങ്കാണ് വഹിച്ചത്. ഇന്ത്യൻ എംബസിയിൽ നടന്ന വിടവാങ്ങൽ ചടങ്ങിൽ ഒമാനികളുടെ ഉൽപാദനക്ഷമതയെയും പ്രവർത്തന മികവിനെയും അദ്ദേഹം പ്രശംസിക്കുകയും ഒമാനോട് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച വിടവാങ്ങൽ പരിപാടിയിൽ ഇന്ത്യൻ സമൂഹത്തിലെ പ്രമുഖ അംഗങ്ങൾ, ബിസിനസ് നേതാക്കൾ, ക്ഷണിക്കപ്പെട്ട അതിഥികൾ എന്നിവർ ഒത്തുചേർന്നു. ഒമാനിലേക്കുള്ള ഇന്ത്യയുടെ നിയുക്ത അംബാസിഡർ പ്രശാന്ത് പിസെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ച് തന്റെ നിയമനവുമായി ബന്ധപ്പെട്ട വിശ്വാസപത്രം സ്വീകരിച്ചു. 1995 ബാച്ച് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥനായ പിസെ മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക മേഖലകളിൽ വിശാലമായ നയതന്ത്ര പരിചയ സമ്പത്തുള്ള ഉദ്യോഗസ്ഥനാണ്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.